ഹലോ മക്കളെ, അപ്പോൾ നിങ്ങൾ എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഈ ഒരു പ്രോട്ടീൻ നിർമ്മാണം അല്ലെങ്കിൽ പ്രോട്ടീൻ സിന്തസിസ് എന്ന് പറയുന്ന നമ്മളുടെ ഈ ഒരു ചാപ്റ്ററിൽ അൺട്രാവലിംഗ് ജനറ്റിക് മിസ്റ്ററീസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ആ ഒരു സ്റ്റേജസ് മനസ്സിലായിട്ടില്ല അല്ലെങ്കിൽ ആ ഒരു ഭാഗം ഒന്നുകൂടി ഒരു ടോപ്പിക്കായിട്ട് പറഞ്ഞുതരുമോ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഇതൊരു സെപ്പറേറ്റ് വീഡിയോ ആക്കി തന്നെ എടുത്തത്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ഇവിടെ 3 RNAകളെ കുറിച്ച് പറയുന്നുണ്ട്. ആൻഡ് ഈ സ്റ്റേജസ് എക്സാമിന് കറക്റ്റായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ അതേ ഫസ്റ്റ് മിസ് ഇവിടെ ഒരു സെല്ല് വരച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വലിയ ചതുരം എന്ന് പറയുന്നത് സെല്ലാണ്, ഒരു കോശമാണ്. ഓക്കെ, ഇതൊരു കോശമാണ് അല്ലെങ്കിൽ ഒരു സെല്ലാണ്. കോശം അല്ലെങ്കിൽ ഒരു സെല്ലാണ്. ഇതിൻ്റെ ഉള്ളിൽ എന്തുണ്ട്? ഇതിൻ്റെ ഉള്ളിൽ നമ്മളുടെ ന്യൂക്ലിയസ് ഉണ്ട്. ന്യൂക്ലിയസ് അല്ലെങ്കിൽ മർമ്മമുണ്ട്. ന്യൂക്ലിയസ് അല്ലെങ്കിൽ മർമ്മമുണ്ട്. അപ്പോൾ നമുക്കറിയാം ന്യൂക്ലിയസിൻ്റെ ഉള്ളിലാണ് എന്തുള്ളത്? നമ്മളുടെ ജനറ്റിക് മെറ്റീരിയൽ DNA അല്ലേ? DNA, ഇതാണ് നമ്മളുടെ DNA. അപ്പോൾ നമ്മൾക്ക് ഈ DNAയിലുള്ള മെസ്സേജ് അനുസരിച്ച്, ഈ DNAയുടെ സന്ദേശം അനുസരിച്ചാണ് പ്രോട്ടീൻ ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ DNA ഒരിക്കലും പുറത്തേക്ക് വരില്ല, കാരണം DNA വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളാണ് അല്ലേ? അതുകൊണ്ട് തന്നെ DNA എപ്പോഴും എവിടെ നിൽക്കും? നമ്മളെ ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ മർമ്മത്തിൻ്റെ ഉള്ളിൽ നിൽക്കണം. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ DNAയിലുള്ള മെസ്സേജ് അനുസരിച്ച് പ്രോട്ടീൻ ഉണ്ടാക്കുക? DNA പുറത്ത് വരുമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മളുടെ DNAയിലുള്ള ഈ മെസ്സേജിനെ ഒരു RNAയിലേക്ക് കോപ്പി ചെയ്യും. ഓക്കെ, അപ്പോൾ DNAയിലുള്ള മെസ്സേജ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു RNAയിലേക്ക് കോപ്പി ചെയ്യുന്നു. അപ്പോൾ നമുക്കറിയാം RNA ഒറ്റ ഇഴയുണ്ടാവുള്ളൂ, ഒരൊറ്റ സ്ട്രാൻഡ് ഉണ്ടാവുള്ളൂ അല്ലേ? അപ്പോൾ ഈ RNA എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും എന്താണ്? നമ്മളുടെ DNAയുടെ മെസ്സേജും കൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ DNAയുടെ മെസ്സേജ് ഉള്ള ആളായതുകൊണ്ട് ഈ RNAനെ നമ്മൾ പറയും മെസ്സഞ്ചർ RNA അല്ലെങ്കിൽ mRNA. ഓക്കെ, mRNA എന്ന് പറയും, മെസ്സഞ്ചർ RNA എന്ന് പറയും. അപ്പോൾ ഇവിടെ എന്തുണ്ടായി? DNAയിലുള്ള മെസ്സേജ് നമ്മൾ ആരിലേക്ക് കോപ്പി ചെയ്തു? ഒരു RNAയിലേക്ക് കോപ്പി ചെയ്തു. ഇനി ഈ ഒരു മെസ്സേജും വെച്ചിട്ട് RNA ഇവിടെ ഇരുന്നാൽ പോരാ അല്ലേ? നമ്മളുടെ സൈറ്റോപ്ലാസത്തിലേക്ക് വരണം, ന്യൂക്ലിയസിന് പുറത്തേക്ക് വരണം. എന്നാലല്ലേ? കാരണം എന്താ? സൈറ്റോപ്ലാസത്തിലാണ് ഇവിടെ ആരുള്ളത്? ഇവിടെ നമ്മളുടെ RNAനെയും കാത്ത് റൈബോസോം ഇരിക്കുന്നുണ്ട്. റൈബോസോമിൽ വെച്ചിട്ടാണ് പ്രോട്ടീൻ നിർമ്മാണം നടക്കുക. അപ്പോൾ നമ്മളുടെ ഈ mRNA എന്ത് ചെയ്യുമെന്ന് അറിയാമോ? ന്യൂക്ലിയസിൽ നിന്ന് ഇങ്ങനെ ഈ ഒരു വഴിയിലൂടെ പുറത്തേക്ക് വരും. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് RNA ഫോർമേഷൻ, RNAയുടെ നിർമ്മാണം. mRNA ഫോർമേഷൻ ഫ്രം DNA. ഓക്കെ, DNAയിൽ നിന്ന് എന്തുണ്ടാവുന്നു? mRNA ഫോം ചെയ്യുന്നു. ഓക്കെ, അത് മിസ് ഓരോ സ്റ്റെപ്പായിട്ട് പറഞ്ഞുതരാം കേട്ടോ. നിങ്ങളതൊന്ന് എഴുതിയെടുക്കാം, മിസ് എല്ലാം കൂടെ ഇവിടെ എഴുതുന്നില്ല. അപ്പോൾ mRNA ഫോം ചെയ്യുന്നു ഫ്രം DNA. mRNA നിർമ്മിക്കപ്പെടുന്നു DNAയിൽ നിന്ന്. DNAയുടെ മെസ്സേജ് കോപ്പി ചെയ്ത് mRNA ഉണ്ടാവുന്നു. രണ്ടാമതായിട്ടുള്ള സ്റ്റെപ്പാണ് ഇത്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്? mRNA മർമ്മത്തിന് പുറത്തെത്തുന്നു അല്ലെ? mRNA ഔട്ട്സൈഡ് ദി ന്യൂക്ലിയസ്. ന്യൂക്ലിയസിന് പുറത്ത് ആരെത്തുന്നു? നമ്മളുടെ mRNA എത്തുന്നു. അങ്ങനെ mRNA എവിടെ എത്തി? രണ്ടാമത്തെ സ്റ്റെപ്പ് mRNA ന്യൂക്ലിയസിന് പുറത്തെത്തുന്നു. അങ്ങനെ ന്യൂക്ലിയസിന് പുറത്തെത്തിയ നമ്മളുടെ mRNA റൈബോസോമിൽ ബൈൻഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ മൂന്നാമത്തെ സ്റ്റെപ്പ് ഏതാണ്? mRNA റൈബോസോമുമായിട്ട് ബൈൻഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ മൂന്നാമത്തെ സ്റ്റെപ്പായി. ഇനി ഈ mRNAയിലെ മെസ്സേജ് അനുസരിച്ച് നമുക്ക് എന്തുണ്ടാക്കണം? പ്രോട്ടീൻ ഉണ്ടാക്കണം അല്ലേ? പ്രോട്ടീൻ എന്ന് പറയുന്നത് എന്താണ്? കുറേ അമിനോ ആസിഡുകൾ ചേർന്നിട്ടുള്ള ഒരു യൂണിറ്റാണ്. ഒരുപാട് പലതരത്തിലുള്ള അമിനോ ആസിഡുകൾ ചേർത്ത് വെച്ച് നമ്മളുടെ മുത്തുമാലയൊക്കെ പോലെ. ഇപ്പോൾ മെസ്സിൻ്റെ മാല എടുക്കുകയാണെങ്കിൽ ഇതിനകത്ത് എന്തുണ്ട്? ഇവിടെ കുറേ മുത്തുകളുണ്ട് അല്ലേ? കുറേ പലതരത്തിലുള്ള മുത്തുകളുണ്ട്. അപ്പോൾ ഇങ്ങനെ പലതരത്തിലുള്ള മുത്തുകൾ ചേർത്ത് വെച്ചിട്ടാണ് എന്തുണ്ടാവുന്നത്? നമ്മളുടെ പ്രോട്ടീൻ ഉണ്ടാവുന്നത്. പലതരത്തിലുള്ള അമിനോ ആസിഡുകളാവുന്ന മുത്തുകൾ, അമിനോ ആസിഡുകൾ പലതരത്തിലുള്ളത് ചേർത്ത് വെച്ച് എന്താവും? നമ്മളുടെ പ്രോട്ടീൻ ആവും. അപ്പോൾ ഇവിടെ അമിനോ ആസിഡുകൾ ചേർത്ത് വെക്കണം. അമിനോ ആസിഡുകൾ എവിടെയാണ് ഉള്ളത്? ഇവിടെയാണ് അമിനോ ആസിഡ് ഉള്ളത്. ഇവിടെ അമിനോ ആസിഡ് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഇവിടെയുള്ള നമ്മളുടെ അമിനോ ആസിഡിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണം അല്ലേ? അപ്പോൾ ഇവിടെയുള്ള അമിനോ ആസിഡിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്കൊരു ട്രാൻസ്ഫർ RNA ഉണ്ട്. ട്രാൻസ്ഫർ RNA. ഓക്കെ, അതാണ് tRNA. അപ്പോൾ നാലാമത്തെ സ്റ്റെപ്പ് എന്താണ്? അമിനോ ആസിഡുകളെ ട്രാൻസ്ഫർ RNA റൈബോസോമിൽ എത്തിക്കുന്നു. tRNA ട്രാൻസ്ഫർ അമിനോ ആസിഡ്സ് ടു ദി റൈബോസോം.
ഓക്കെ, ഇവിടേക്ക് എത്തിച്ചു. ഇനി എന്ത് ചെയ്യും? ഈ RNAയിലുള്ള mRNAയിലുള്ള മെസ്സേജ് അനുസരിച്ച്, mRNAയുടെ സന്ദേശം അനുസരിച്ച് എന്തുണ്ടാക്കുന്നു? അമിനോ ആസിഡുകളെ കൂട്ടിച്ചേർത്ത് പ്രോട്ടീൻ നിർമ്മിക്കപ്പെടുന്നു. അപ്പോൾ അമിനോ ആസിഡുകളെ കൂട്ടിച്ചേർത്ത് എന്തുണ്ടാവുന്നു? പ്രോട്ടീൻ നിർമ്മിക്കപ്പെടുന്നു. ഇതാണ് എന്തെന്ന് പറയുന്നത്? 5ാമത്തെ സ്റ്റെപ്പ്. അമിനോ ആസിഡുകളെ കൂട്ടിച്ചേർത്ത് അമിനോ ആസിഡ്സ് ബൈൻഡ്സ് ടു ഫോം പ്രോട്ടീൻ. അപ്പോൾ നമ്മളുടെ അമിനോ ആസിഡ്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ബൈൻഡ് ചെയ്ത് എന്തുണ്ടാവുന്നു? പ്രോട്ടീൻ ഉണ്ടാക്കുന്നു. അല്ലെ, അമിനോ ആസിഡുകളെ കൂട്ടിച്ചേർത്ത് പ്രോട്ടീൻ നിർമ്മിക്കപ്പെടുന്നു. ഇതാണ് നമ്മളുടെ 5 സ്റ്റേജസ്. അപ്പോൾ നിങ്ങൾ ഒന്നുകൂടി നോക്കുക മക്കളെ. ഒന്നാമത് DNA-യിൽ നിന്ന് mRNA ഉണ്ടാവുന്നു. DNA-യുടെ മെസ്സേജിൽ നിന്ന് mRNA രൂപപ്പെടുന്നു. എന്നിട്ട് mRNA ന്യൂക്ലിയസിന് പുറത്തെത്തുന്നു. mRNA ഔട്ട്സൈഡ് ദി ന്യൂക്ലിയസ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? mRNA റൈബോസോമുമായിട്ട് ബന്ധിക്കപ്പെടുന്നു. mRNA ബൈൻഡ്സ് ടു ദി റൈബോസോം. പിന്നെയോ ട്രാൻസ്ഫർ RNA brings amino acids to the ribosome. tRNA എന്ത് ചെയ്യും? അമിനോ ആസിഡുകളെ റൈബോസോമിലേക്ക് കൊണ്ടുവരുന്നു. 4ാമത്തെ സ്റ്റെപ്പ്. 5ാമത്തെ സ്റ്റെപ്പ് എന്താണ്? അമിനോ ആസിഡുകളെ കൂട്ടിച്ചേർത്ത് പ്രോട്ടീൻ നിർമ്മിക്കപ്പെടുന്നു. അപ്പോൾ ഈ ഓരോ സ്റ്റേജ് കറക്റ്റ് ഓർഡറിൽ എഴുതാൻ ഒരു കഥ പോലെ ആലോചിച്ചാൽ മതി. ആദ്യം ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ mRNA, അത് പുറത്തേക്ക് വരും, അത് റൈബോസോമിൽ ബൈൻഡ് ചെയ്യും. ട്രാൻസ്ഫർ RNA അമിനോ ആസിഡിനെ കൊണ്ടുവരും, അത് കൂട്ടിച്ചേർത്ത് പ്രോട്ടീൻ. ഇതൊരു കഥ പോലെ ആലോചിക്കുക. ആ സ്റ്റെപ്സ് കറക്റ്റായിട്ട് നിങ്ങളൊന്ന് എഴുതി നോക്കുക. ഇങ്ങനെ 5 സ്റ്റെപ്സ് ഉണ്ട്. ആ 5 സ്റ്റെപ്സ് നിങ്ങൾ തന്നെ സ്വയം എഴുതി നോക്കുക. എന്നിട്ട് കിട്ടുന്നുണ്ടോ നോക്കുക കേട്ടോ. ഈ 5 സ്റ്റെപ്സ് എക്സാമിന് കറക്റ്റ് ഓർഡർ ആക്കാനൊക്കെ ചോദിക്കാറുണ്ട്. ആൻഡ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ.